വെൽക്കം ഓൾ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിങ്ങിനെ കുറിച്ചാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേമാണ് BIM എന്ന് പറയുന്നത്. സോ അതെന്താണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നായിരിക്കും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാൻ വി ബിൽഡ് എ സ്കൈ സ്ക്രാപ്പർ ട്വൈസ്? നമുക്കൊരു ബിൽഡിങ്ങിനെ തന്നെ 2 പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ ഈസ് യെസ്. നമുക്ക് അതിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ, ഒരു റിയൽ വേൾഡ് സ്ട്രക്ചറും ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിജിറ്റൽ വെർഷനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ഡിജിറ്റൽ ട്വിൻ എന്ന് പറയും. സോ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്നത്. BIM പ്രോസസ്സ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ 3D ഡിജിറ്റൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ 3D മോഡൽ. നമ്മൾ ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ്, ക്വാണ്ടിറ്റി, ടൈം, മെറ്റീരിയൽ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു സിംഗിൾ 3D മോഡലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു പ്രോസസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ് എല്ലാവരും ഈ ഒരു സിംഗിൾ 3D മോഡൽ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു ഷെയ്ഡ് സ്പേസിൽ നിന്നിട്ട് ഈ ഒരു സിംഗിൾ 3D മോഡൽ തന്നെയായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. I in BIM മീൻസ് ഇൻഫർമേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, വോൾ, ഡോർ, വിൻഡോ അങ്ങനെ കമ്പോണൻസ് ജസ്റ്റ് പ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പകരം അതിൻ്റെ ഡീറ്റെയിൽസും ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് എത്ര കോസ്റ്റാണ് വേണ്ടി വരുന്നത്, എത്ര ടൈം വേണ്ടി വരും കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു സിംഗിൾ 3D മോഡലിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദാറ്റ് വി ക്യാൻ കോൾ ഇറ്റ് ഇസ് എ സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത്. ഒരു ബിൽഡിംഗ് പ്രോജക്റ്റിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനും ഈ ഒരു സിംഗിൾ 3D മോഡലിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ട ഡേറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം മിസ്കമ്മ്യൂണിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, മാക്സിമം എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഡയമെൻഷൻസ് ഓഫ് BIM. BIMൻ്റെ ഈ ഡേറ്റാസിനെ പല ലെയേഴ്സായിട്ട് അല്ലെങ്കിൽ പല ഡയമെൻഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രം 3D to 7D. 3D മീൻസ് ജോമെട്രി, അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ 3D മോഡൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡേറ്റാസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ഒരു വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ഡേറ്റ ആയിരിക്കും നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് ഉണ്ടാവുക, ഈ ഒരു ഡയമെൻഷനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 4th ഡയമെൻഷൻ, വിച്ച് മീൻസ് ടൈം. ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന 3D മോഡലുമായിട്ട് ടൈമിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ടൈമാണ് 4th ഡയമെൻഷനായിട്ട് വരുന്നത്. അതിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് 4th ഡയമെൻഷനകത്ത് നടക്കുന്നത്. അതാകുമ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ ടോട്ടൽ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ വർക്കിൻ്റെയും മിനിമം ടൈം വെച്ചിട്ട് ടോട്ടൽ പ്രോജക്റ്റിന് എത്ര ടൈം വേണ്ടി വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. 5th ഡയമെൻഷൻ കോസ്റ്റ് ആണ്. ഈ ഒരു 3D മോഡലോട്ട് തന്നെ കോസ്റ്റിൻ്റെ ഫാക്ടേഴ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ കോസ്റ്റ്, ടോട്ടൽ ഓരോ വർക്കിൻ്റെയും കോസ്റ്റ്, അങ്ങനെ ആഡ് ചെയ്ത് ടോട്ടൽ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഡേറ്റാസ് ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജാണ് 5th ഡയമെൻഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 6D സസ്റ്റൈനബിലിറ്റി എന്ന് പറയാം. അതായത് എനർജി കൺസപ്ഷൻ അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹീറ്റ് അനാലിസിസ് ചെയ്തിട്ട് ഒരു എഫിഷ്യൻറ്റ് ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേജൊക്കെയാണ് ഈ ഒരു 6th ഡയമെൻഷൻ സസ്റ്റൈനബിലിറ്റിക്കകത്ത് നടക്കുന്നത്. ലാസ്റ്റ് വൺ ഈസ് 7D ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയാം. അതായത് ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന, ഇപ്പോൾ ഇതൊരു ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ ട്വിൻ നമുക്ക് ക്രിയേറ്റ് എടുക്കാൻ പറ്റും. സോ ഈ ഒരു മോഡൽ വെച്ചിട്ട്, ആ ഒരു റെപ്ലിക്ക പോലത്തെ മോഡൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് പിന്നീട് ചെയ്യേണ്ടി വരികയാണെങ്കിലും ചെയ്യാൻ പറ്റും, ഫെസിലിറ്റി മാനേജ്മെൻറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇത്രയാണ് 3D to 7D ആണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ദെൻ BIMൻ്റെ പ്രാക്ടിക്കാലിറ്റിയിലോട്ട് വരുമ്പോൾ, CAD ആണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 2D ലൈൻ ഡ്രോയിങ്സ് ആയിരിക്കും നമ്മൾ ചെയ്തെടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഡേറ്റാസ് ലിമിറ്റഡ് ആണ്. മാത്രമല്ല സെപ്പറേറ്റഡ് ഫയൽസ് ആയിരിക്കും ചെയ്തെടുക്കുന്നത്. ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ഉണ്ടാവാം, സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ഉണ്ടാവാം, MEP ഡ്രോയിങ്സ് ഉണ്ടാവാം. ഇത് ഓരോന്നും സെപ്പറേറ്റ് ഫയൽസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതുപോലെ അതപ്പോൾ മാനുവലി കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. എല്ലാവരുമായിട്ട്, എല്ലാ ടീം മെമ്പേഴ്സുമായിട്ട് മാനുവലി ഇതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും, CAD ഡ്രോയിങ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതേസമയം നമ്മൾ BIMലോട്ട് വരുമ്പോൾ ഒരു ഇൻ്റലിജൻറ്റ് 3D മോഡൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡീറ്റെയിൽസും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3D മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും, ഒരു ടീമായിട്ട് തന്നെ. ആർക്കിടെക്ചർ, സ്ട്രക്ചർ, MEP എല്ലാ ഡീറ്റെയിലിങ്ങും ചെയ്യാൻ പറ്റും. ഓരോന്നിനും വേണ്ടി സെപ്പറേറ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു BIM അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ക്ലാഷസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീവർക്കുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പൈപ്പും ഒരു ബീമുമായിട്ട്, അല്ലെങ്കിൽ ഒരു ഡക്റ്റും ബീമുമായിട്ടൊക്കെ ക്ലാഷ് വരികയാണെങ്കിൽ അത് സൈറ്റിൽ വർക്ക് നടക്കുമ്പോഴല്ല, അതിന് മുന്നേ തന്നെ സോഫ്റ്റ്വെയറിനകത്തെ മോഡലിൽ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നതാണ്. സോ ട്രഡീഷണൽ മെത്തേഡ് അല്ലാതെ ഒരു BIM പ്രോസസ്സിലൂടെയാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ് ടു 30% വരെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നതാണ്. മെറ്റീരിയൽ വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലേബർ അവേഴ്സ് റെഡ്യൂസ് ചെയ്യാം. സോ ഇങ്ങനെ പല അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു പ്രോസസ്സിന് ഉള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് BIMനെ സ്മാർട്ട് സിറ്റീസിൻ്റെ ഒരു ഡിജിറ്റൽ DNA എന്ന് പറയാൻ പറ്റും. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ യു ഓൾ. ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് നമ്മൾ BIMലോട്ട് എത്തി. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ഇൻ ഫ്യൂച്ചർ?